Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Morning, ma'am. Good morning, ma'am. PDF കാണാമോ? Yes, ma'am. Yes, ma'am. കാണാം, ma'am. Prayer start ചെയ്തോ? Okay, ma'am. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ബിനി രാജ്. ചൊല്ലട്ടെ. Let us pray. Dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm and fill my heart with your peace and love. Help me to see your blessings in every moment, and may I serve others with kindness and grace. Amen. Thought of today. Thought of today. Okay, ma'am. Let's think about this. Success starts with every challenge, not from the comfort zone. Once again, success start from every challenges, not from the comfort zone. Thank you. Signing ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉണ്ട് മാം. Apple Day. Apples are known for their sweetness, freshness, and health benefits. They remind us that an apple a day keeps the doctor away. Just like apples, let's fill our day with energy, positivity, and a healthy spirit. Let's begin our day with a bright smile and enthusiasm for learning. Okay. Good morning to all. Good morning, ma'am. Morning, ma'am. ദീപാവലിക്ക് Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ദീപാവലി ആഘോഷിച്ചോ? ഇല്ല. കുറച്ച് പേരും കൂടെ അത് കേട്ടിട്ടാണ് എടുക്കാം. ജിഷാൻസിന്റെ ചാപ്റ്റർ എല്ലാം തീർന്നോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സെൽഫ് കോൺഷ്യസ് എടുത്തോണ്ടിരിക്കുക. മാം, ആ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനാ മാം എന്നെ അന്വേഷിച്ചിരുന്നേ? ഇല്ല, വെറുതെ ചോദിച്ചതാ, കാണാത്തോണ്ട് ചോദിച്ചതാ കേട്ടാ. ഓക്കെ മാം. കേറാറില്ലേ നിന്റെ ഇപ്പൊ ക്ലാസ്സില്? അമ്മച്ചിയുടെ മുട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ആവുള്ളൂ, ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല. ഓക്കെ ആയോ ആള്?
ഇന്ന് ഡിസ്ചാർജ് ആവുള്ളൂ, ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ. കുഴപ്പമില്ല. മാം ദീപാവലി ആഘോഷിച്ചോ? ഉം. ദീപാവലി ആഘോഷിച്ചോ? ആഘോഷിച്ചു. നിങ്ങൾ ദീപങ്ങളൊക്കെ കത്തിച്ചോ? എന്റെ നാട്ടിൽ മഴയായിരുന്നു, കത്തിച്ചില്ല. ഭയങ്കര വയനാട്ടില് മഴയാണ്. ദീപാവലി ആഘോഷിക്കും. വയനാട്ടില് ദീപാവലി ആഘോഷിക്കും, പക്ഷെ ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു സാധനമില്ല. ആണോ? ടീച്ചറുടെ നാട് എവിടെയാ? ഞാൻ വയനാടാണ്, ഇപ്പൊ തലശ്ശേരി ഉള്ളത്. ഇവിടെ ദീപാവലിക്ക് സ്വീറ്റ്സ് ചോദിച്ച് കടയിൽ ചെന്നാൽ അത് വരെ കിട്ടില്ല മാം. നമ്മൾ ലഡുവായിട്ട് സെപ്പറേറ്റ് തപ്പി പിടിച്ച് തെരഞ്ഞ് ബോക്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകും. മാമിന്റെ ദീപാവലി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു കേട്ടോ, പക്ഷെ ഭയങ്കര മഴയായിരുന്നു. ആ സന്ധ്യ ആയ സമയത്ത് നന്നായിട്ട് മഴ പെയ്തു, പക്ഷെ കത്തിച്ചു, ദീപങ്ങളെ കത്തിച്ചു. നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയല്ലേ ഇപ്പോ. ഇവിടെ നല്ല മഴയായിരുന്നു. അതെ. Unit 8 movements. PDF കാണാമോ? കാണാം മാം. ഫസ്റ്റ് പാരഗ്രാഫ് ഒരാൾ വായിക്കാം. വിനി രാജീവ് എന്താ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. എന്താണോ കേൾക്കുന്നില്ല പറയുന്നത്? നിങ്ങൾ കേൾക്കാമോ? വിനി എന്താ പറയുന്നത്? മാം ബിനി ചോദിക്കുന്നത് മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ആണോ, അതിന്റെ ബാക്കി ഒന്നും എടുക്കുന്നില്ലേന്ന്. പ്രാക്ടിക്കൽ ആണോന്നോ? അതെ അതെ. പ്രാക്ടിക്കൽസ് കഴിഞ്ഞില്ലേ നമ്മുടെ? അതിനകത്ത് വേറൊന്നും എടുക്കുന്നില്ല, അതൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ എന്നാണ് ബിനി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇല്ലില്ല, അതിന് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അത് തിയറീസ് അല്ലേ അതിൽ കംപ്ലീറ്റ്. നിങ്ങൾ ഓൾറെഡി ചെയ്തു, അത് പഠിക്കാതെ തന്നെ. അതിന് ഇൻസ്ട്രക്ഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. താങ്ക് യു മാം. മൂവ്മെന്റിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ഒരാൾ വായിക്കൂ. ഞാൻ വായിക്കാം മിസ്. Montessori described that movement is a very important factor in a child's development. Montessori wrote that many schools tend to give preference to lessons which involve using your acumen, and movement is normally placed under exercise, physical education or games. If that is done, the close connection that movement and the developing mind, that means intellect, has will be neglected. നമ്മൾ മോണ്ടിസോറി പഠിക്കുമ്പോൾ തന്നെ കുട്ടികള് ഏത് രീതിയിലാണ് നമ്മൾ കുട്ടികളെ അവിടെ പ്രിപ്പയർഡ് ആക്കുന്നത്? എങ്ങനെയാണ് പ്രിപ്പയർഡ് ആക്കുന്നത് മോണ്ടിസോറി എന്ന ആ ഒരു എൻവയോൺമെന്റിൽ? നമ്മള് ടൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് കുട്ടികളെ നമ്മള്? അവരെ ഫ്രീ ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് എന്താക്കുന്നു? നമ്മള് മൂവ് ചെയ്യാനായിട്ട് ഫ്രീലി മൂവ്മെന്റ്സ് ആണ് അല്ലെ? നമ്മൾ ആരെയും അവിടെ പിടിച്ചു വെക്കുന്നില്ല. കുട്ടികൾ എന്താണ് അവരുടെ ചലനത്തിന് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഒന്നും വരാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് തന്നെ അതേപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ മോണ്ടിസോറി പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ എ ചൈൽഡ് ഡെവലപ്മെന്റ്സ്. നമ്മൾ സൈക്കോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒടുവിൽ നമ്മളത് പഠിക്കുന്നുണ്ട് അല്ലെ? ചൈൽഡ് ഗ്രോത്ത് ആ ഡെവലപ്മെന്റ് തുടങ്ങി മുന്നോട്ട് അങ്ങനെ ഡെവലപ്മെന്റ്സിൽ കംപ്ലീറ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ എന്ത് സംഭവിക്കുന്നത്? വികാസം ഉണ്ടാവുന്നത് അല്ലെ? അല്ലെങ്കിൽ വികാസം ഉണ്ടാവണമെങ്കിൽ വികാസം സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്താണ്?
വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനം. അതായത് നമ്മൾക്ക് ചലനമില്ലാത്തൊരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ശരീരത്തിന് ചലനമില്ലാത്തൊരവസ്ഥ എന്തായിരിക്കും അത്? അത് ജഡാവസ്ഥ എന്ന് പറയാം. നമുക്ക് ജഡാവസ്ഥ അല്ലെ? നടക്കുന്നില്ല. നമ്മളുടെ ചലനമില്ലെങ്കിൽ നാം പിന്നെ നമ്മുടെ ജീവിതം തന്നെ പിന്നെ എന്താണ് അല്ലെ? ഒന്നുമില്ല ലൈഫിൽ. പിന്നെ ചലിക്കാതെ നമുക്കൊരു കാര്യം മൈൻഡ് കൊണ്ട് എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ചലനമില്ലെങ്കിൽ നമ്മുടെ കൈകാലുകളില് മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ ഹാൻഡ്, നമ്മുടെ ഷോൾഡർ, കഴുത്ത്, കണ്ണ് ഇതെല്ലാം മൂവ് ചെയ്യുന്നില്ല. ഇതൊന്നും മൂവ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമ്മൾ വെറും ജഡാവസ്ഥയായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ജീവിതകാലം മുഴുവൻ തുടരുന്നത് അല്ലെ? ഓക്കെ, യെസ്. ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾ ഫ്രീ ആയിട്ട് അല്ലെ ഏത് മെറ്റീരിയൽസ് എടുക്കുന്നതിനും അല്ലെങ്കിൽ ഏത് തരം ഇപ്പൊ അവർ ഇരിക്കുന്ന പൊസിഷൻ പോലും നമ്മൾ ഫ്രീലി, അതായത് തറയിൽ എത്തിയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെ? അതായത് ഫ്രീലി മൂവ്മെന്റ് അല്ലെ അവരുടെ പോസ്ചർ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് തറയിൽ എത്തി കൂടിയാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ശാരീരിക ചലനങ്ങൾ കൂടി എന്താണ് വളരെ ഫ്രീലി മൂവ്മെന്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ആ ഒരു പൊസിഷൻ അല്ലെ നല്ല രീതിയിലൊരു പൊസിഷൻ അവർക്ക് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചെയറിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ നമ്മൾ അവരുടെ കുട്ടികളെ ഇരുത്താത്തത്. ഓക്കെ, അതൊരു ഏത് പോസ്റ്ററും അവർക്ക് സ്വീകരിച്ചു കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന എന്തിന്റെ ഭാഗമായിട്ടാണ്? ആ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് വിവിധ പോസ്റ്ററിൽ കുട്ടികൾ ഇരിക്കുന്നത്. ഓക്കെ, മോണ്ടിസോറി thought that many schools tend to give preference to lessons which involve using your acumen and movement is normally placed under exercise, physical education or games. നമ്മുടെ ഈ മോണ്ടിസോറി അല്ലാതെ നോർമൽ സ്കൂളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ അല്ലെ? അല്ലെങ്കിൽ പ്രിഫറൻസ് ലെസൺസിനാണ് അല്ലെ? പാഠഭാഗങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ പാഠഭാഗത്തിനാണ് കുട്ടികളുമായി ഒരു ലെക്ചർ മെത്തേഡ് എന്ന പോലെ അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പഠനമാണ് എല്ലാ സ്കൂളുകളും. അതായത് മോണ്ടിസോറി അപേക്ഷിച്ച് മറ്റു സ്കൂളുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് അവിടെ കുട്ടികൾക്കുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഒരു പീരീഡിലോ അല്ലെങ്കിൽ വീക്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രമായിരിക്കുള്ളൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? മറ്റു നോർമൽ സ്കൂളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു PT പീരീഡ് ഉണ്ടാവും, ചിലപ്പോൾ വീക്കിൽ ഒരു PT പീരീഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉള്ള ദിവസമായിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും എക്സസൈസോ അപ്പോൾ ഗെയിംസ് ഒക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്പോർട്സ് ഡേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ നോർമൽ സ്കൂളുകളിൽ വരുന്നത്. ശരിയല്ലേ പറഞ്ഞത്? പക്ഷെ നമ്മുടെ മോണ്ടിസോറി സ്കൂൾ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഇൻവോൾവ്മെന്റ്സ് കൊടുക്കുന്നത്? മോണ്ടിസോറി എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ കളിക്കാൻ പ്രാക്ടിക്കൽ ലൈഫാണ് അല്ലെ? പ്രാക്ടിക്കൽ ബോഡി മൂവ്മെന്റ്സ് ആണ് അവിടെ കംപ്ലീറ്റ്ലി നടക്കുന്നത്. എക്സസൈസിലൂടെ അല്ലെങ്കിൽ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് മോണ്ടിസോറി പഠനം നടക്കുന്നത് അല്ലെ? കുട്ടികളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാത്തരം ചലനങ്ങൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ ശരീരം കൊണ്ട്, കുട്ടിയുടെ ആക്ടിവിറ്റീസ് കൊണ്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റ്സ് കൊണ്ടാണ് കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്കലി കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലൂടെയാണ് കുഞ്ഞുങ്ങള് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലേ അതില് നമുക്ക് ഇഷ്ടമുള്ള പ്രാക്ടീസ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പഠിക്കുകയാണ് അല്ലെ? ഓരോ മെറ്റീരിയൽസ് ഇപ്പൊ പിങ്ക് ടവർ ആണെങ്കിൽ എന്താണ് കുട്ടികൾ ഇഷ്ടാനുസരണം പോയി പിങ്ക് ടവർ എടുക്കുന്നു, ദെൻ റൗണ്ട് സ്റ്റെയർ എടുക്കുന്നു. ഇതൊക്കെ എന്താണ് ആ സമയത്തൊക്കെ അവരുടെ കൈകാലുകളിൽ അല്ലെങ്കിൽ മൊത്തം ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. പോയി എടുക്കുന്നത്, അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്, സെറ്റ് ചെയ്ത് വെക്കുന്നത്, അത് കൗണ്ട് ചെയ്യുന്നത്, ഞാൻ കളേഴ്സ് പഠിക്കുന്നത്, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ചലനാധിഷ്ഠിത വിദ്യാഭ്യാസത്തെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, മറ്റു സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ലെസൺസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? മൂവ്മെന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെന്റ്സിനും മെന്റൽ മൂവ്മെന്റ്സിനൊക്കെയാണ് എന്താ മോണ്ടിസോറി എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റു സ്കൂളുകളിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ ലെസൺസിന് പ്രിഫറൻസ് കൊടുക്കുന്നു. ഇവിടെ എന്താണ്? എക്സസൈസിന് പ്രിഫറൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നു. ഇങ്ങനെ പോയാൽ കുട്ടികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഏത് വിദ്യാഭ്യാസം എടുത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും നല്ലത് ഇതില്? പ്രാക്ടിക്കൽ ലൈഫ് മോണ്ടിസോറി മോണ്ടിസോറി ആണ് അല്ലെ കുറച്ചുകൂടി കുട്ടികളെ അവരുടേതായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഇത്തരം ഒരു എൻവയോൺമെന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ അവര് പോലും വിചാരിക്കുന്നത് ലെസൺസ് പഠിക്കുമ്പോൾ മാത്രമേ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വികസനം കുട്ടികൾക്ക് ഉണ്ടാവുമെന്നാണ്
ബാക്കിയുള്ള സ്കൂൾസ് മെത്തേഡ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, എക്സസൈസിലൂടെയും നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കലി മൂവ്മെന്റ്സിലൂടെ എന്താണ് നമുക്ക് ഇന്റലക്ച്വൽ മൂവ്മെന്റ്സ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടെ. മൂവ്മെന്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ എ ചൈൽഡ് ഡെവലപ്മെന്റ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ചലനം മൂവ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് നമുക്ക് അതിനെ പറയാൻ സാധിക്കും? അതായത് ചലനാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ചലനാധിഷ്ഠിത പഠനം അതായത് ശാരീരിക പ്രവർത്തനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ എന്തിലേക്ക് എത്തിച്ചേരുന്നു? വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചലനാധിഷ്ഠിത പഠനമാണെന്ത്? മൂവ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അതായത് ശാരീരിക പ്രവർത്തനങ്ങളെയും മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഇഴചേർന്ന് കൊണ്ടിട്ടാണ് ഈ മൂവ്മെന്റ്സ് നടക്കുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിക്കാതെ നമുക്ക് ചലിക്കാൻ സാധിക്കുമോ? മനസ്സുകൊണ്ട് വിചാരിക്കാതെ നമുക്ക് ചലിക്കാൻ പറ്റുമോ? ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിൻ അതിനുള്ള ഇൻഫോർമേഷൻസ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യണം? ബ്രെയിൻ ഇൻഫോർമേഷൻ പാസ് ചെയ്തതിനനുസരിച്ച് മാത്രമേ നമ്മളിൽ എന്ത് നടക്കുള്ളൂ? ചലനങ്ങൾ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സിന്റെ ഏറ്റവും കൂടുതൽ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിൻ ആണ് അല്ലെ, തലച്ചോറാണ് അല്ലെ. അതായത് അടിസ്ഥാനപരമായിട്ട് എല്ലാ ചലനങ്ങളുടെയും അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ബ്രെയിൻ നൽകുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെതായ രീതിയിൽ, അതായത് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇപ്പൊ എനിക്ക് എന്റെ കൈ പൊക്കണമെന്ന് എന്റെ ബ്രെയിൻ ഇൻഫോം ചെയ്തതാണ് ഞാൻ കൈ പൊക്കുന്നത് അല്ലെ. അല്ലാതെ എനിക്ക് വെറുതെ ഇരുന്ന് പൊക്കാൻ പറ്റില്ല. മാനസികമായിട്ടുള്ള കണക്ഷൻ അവിടെ വരുന്നുണ്ട് അല്ലെ. മനസ്സും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എന്ത് നടക്കുള്ളൂ? മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെ. മനസ്സും ശരീരവും, മനസ്സിനെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനെയാണ് അല്ലെ. മനസ്സും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കണം. മനസ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശരീരം ചലിക്കുമ്പോഴാണ് അവിടെ ശാരീരിക ചലനങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, movement is said to help the development of mind. The brain being the center of thought and that movement carried out by signals which the brain sends. കണ്ടോ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ബ്രെയിൻസ് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്തേ. ബ്രെയിൻ ബീങ് ദ സെന്റർ ഓഫ് തോട്ട് ആൻഡ് ദെൻ മൂവ്മെന്റ് ക്യാരിഡ് ഔട്ട് ബൈ സിഗ്നൽ which the brain sends. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ അടിസ്ഥാന ശാരീരിക ചലനങ്ങൾ എന്ന് പറയുന്നത്? അടിസ്ഥാന ശാരീരിക ചലനങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന ശാരീരിക ചലനങ്ങൾ ബേസിക് ആയിട്ടുള്ളത് നടക്കാൻ പറ്റുക, നടക്കാൻ പറ്റുക, ഇരിക്കാൻ പറ്റുക, വസ്തുക്കൾ എടുക്കാൻ പറ്റുക. ഓരോരുത്തരായിട്ട് പറഞ്ഞേ. എഴുന്നേൽക്കാൻ പറ്റുക, എഴുന്നേൽക്കാൻ സാധിക്കുക. ഓക്കെ, സ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എടുക്കാൻ പറ്റുക, എടുക്കാൻ, എന്തെങ്കിലും എടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഡാൻസ് ചെയ്യുക, നടക്കാൻ. ഡാൻസിങ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അതിന് ബേസിക് ആയിട്ടുള്ള നമുക്ക് ആദ്യം എന്താണ്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, നടക്കണം, ഇരിക്കണം, പിന്നെന്താണ്? കൈകാലുകളും കിടക്കണം, റെസ്റ്റ് ചെയ്യണ്ടേ? റെസ്റ്റ് ചെയ്യണം, നമ്മുടെ വർക്ക്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യണം. നമ്മൾ ദിനംപ്രതി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക്, എക്സസൈസ്, ഡാൻസ്, ഡ്രാമ തുടങ്ങി മറ്റ് ആർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ശാരീരിക ചലനം എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്നാണ് അല്ലെ. നോർമലി എഴുന്നേറ്റ് മൂവ് ചെയ്യാനുള്ള, എഴുന്നേറ്റ് നിന്നതിന് ശേഷമല്ലേ നമുക്ക് നടക്കാൻ സാധിക്കുള്ളൂ അല്ലെ. എഴുന്നേറ്റ് നിന്നതിന് ശേഷമല്ല നമ്മൾ ഇരിക്കുകയുള്ളൂ, ഇരുന്നതിന് ശേഷമല്ലേ നമ്മൾ എഴുന്നേൽക്കുള്ളൂ. ഇതൊക്കെ എന്താണ്? ബേസിക് ശാരീരിക ചലനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് ഇപ്പോ ആ ഒരു ഏത് മാസം മുതലാണ് കുഞ്ഞൊന്ന് കമിഴ്ന്നെടുക്കുന്നത് എപ്പോഴാണ്?
മൂന്നാം മാസം മന്താണ് 3 മാസം മുതൽ. 4 മാസമൊക്കെ ആവുമ്പോൾ കുഞ്ഞ് കമിഴ്ന്ന് നടക്കും അല്ലെ. അവിടെയൊക്കെ എന്താണ് കുഞ്ഞ് പല പ്രാവശ്യം ട്രൈ ചെയ്താണ് കുഞ്ഞ് കമിഴ്ന്നത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ കുഞ്ഞ് മലർന്ന് കിടക്കുന്നതിന് മുൻപായിട്ട് കുറെ പരിശ്രമങ്ങൾ ചെയ്യുന്നത് കാണാം അല്ലെ. അതായത് മറിഞ്ഞു കിട്ടാനായിട്ട് അവർ കുറെ പ്രാവശ്യം പല രീതിയിൽ അതായത് മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. മൂവ്മെന്റ് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കുഞ്ഞ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും കുഞ്ഞ് കമിഴ്ന്ന് വീഴില്ല അല്ലെ. ഒരു ദിവസം ഒന്നും ചിലപ്പോൾ വീഴില്ല. അത്യാവശ്യം സമയം എടുത്ത് പതിയെ മൂവ് ചെയ്താണ് ചലനങ്ങൾ. ശാരീരികമായിട്ടും കുഞ്ഞിന്റെ ബ്രെയിനും ശരീരം കൈകാലുകളും എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എന്താണ് കുഞ്ഞ് കമിഴ്ന്ന് നടക്കുന്നത് അല്ലെ. കമിഴ്ന്ന ആദ്യ ദിവസം തല പൊക്കാൻ പറ്റും കുഞ്ഞിന്? ആദ്യത്തെ ദിവസം തല പൊക്കി നോക്കുവോ? തലയായിരിക്കും ശരിക്കും താഴേക്കോ. തലയുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. പിന്നെയും എന്താണ് കുഞ്ഞ് ഇതിങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഒരു ദിവസം കറക്റ്റ് ആയിട്ട് 4 മാസം കംപ്ലീറ്റ് ആവുമ്പോൾ കുഞ്ഞ് കറക്റ്റ് ആയിട്ട് കമിഴ്ന്ന് കിടന്ന് തല പൊക്കി നോക്കും അല്ലെ. അടുത്ത മൂവ്മെന്റ് ഏതാണ്? തല പൊക്കിയതിനു ശേഷം അടുത്ത മൂവ്മെന്റ് ഏതാണ് കുഞ്ഞിന്റെ? എഴുന്നേറ്റിരിക്കാനാണോ തുടങ്ങുന്നത്? ഇഴയാൻ തുടങ്ങും. അതൊക്കെ എങ്ങനെയാണ് കുഞ്ഞ് എഴുതുന്നത്? വെറുതെ സ്വിച്ച് തഴി പോകുഞ്ഞ് ഇല്ലല്ലോ. ഇല്ല, പതുക്കെ കുഞ്ഞ് ചലിക്കുന്നുണ്ട്. കുഞ്ഞ് ചലിച്ച് മൂവ് ചെയ്താണ് കുഞ്ഞെന്താണ് അവിടെ മുട്ടുകാലുണ്ട് അല്ലെ. 2 മുട്ടുകാല് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കൈയുണ്ട്, പാദമുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് കാൽപാദം. ഇതെല്ലാം ആ തറയിൽ സ്ട്രെച്ച് ചെയ്താണ് കുഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ കമിഴ്ന്ന് കടന്നു തുടങ്ങി. ഇനി അടുത്ത മൂവ്മെന്റ് എന്താണ് കുഞ്ഞിന്റെ? മുട്ടുകുത്തി നടക്കാൻ തുടങ്ങും അല്ലെ. ദെൻ ജസ്റ്റ് തനി ഇരിക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെയൊക്കെ എന്താണ് എല്ലാ ബോഡി പാർട്സും അതിന് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഇരിക്കുന്ന സമയത്തും മുട്ടുകുത്തുന്ന സമയത്തൊക്കെ എല്ലാ ബോഡി പാർട്സും നടക്കുന്നത്. അടുത്ത മൂവ്മെന്റ് എന്താണ് കുഞ്ഞിന്റെ? പിടിച്ചു നിന്ന് എഴുന്നേക്കാൻ തുടങ്ങും അല്ലെ. എന്തുകൊണ്ടാണ് കുഞ്ഞ് പിടിച്ച് എഴുന്നേക്കുന്നത്? എന്തുപയോഗിച്ചിട്ടാണ്? കൈകളാണ് അല്ലെ. ഫസ്റ്റ് കൈകളാണ്. ഫസ്റ്റ് പിടിക്കുമ്പോ തന്നെ കുഞ്ഞിന് കിട്ടോ? ഇല്ല, വീഴും അല്ലെ. വീണ്ടും വീഴും. പല പ്രാവശ്യം വീണ്ടും എന്താണ് ഒരു സമയത്ത് കുഞ്ഞിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലെ. സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോ നമ്മള് വാക്കറൊക്കെ കൊടുക്കില്ലേ കുഞ്ഞിനെ നടക്കാൻ പഠിക്കാനായിട്ട്. ഓക്കെ, അത്തരത്തിലുള്ള പ്രാക്ടീസ് കൊടുക്കും. കുറച്ചുകൂടി ഏബിൾ ആയിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യാൻ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ കൊടുത്തിട്ട് കുഞ്ഞിനെ എന്താണ് നടത്താൻ നമ്മൾ പ്രാപ്തരാക്കുക. അതിൽ നിന്ന് മാറ്റിയതിനു ശേഷം എന്താണ് പെട്ടെന്നൊന്നും കുഞ്ഞിന് ചിലപ്പോൾ പിടിക്കാൻ പറ്റില്ല അല്ലെ. പിന്നെയും കുഞ്ഞ് എന്ത് ചെയ്യും? ട്രൈ ചെയ്ത് എന്താണ് ചിലപ്പോൾ സ്റ്റെയറിനൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ച് നിൽക്കും. ഓക്കെ, അവിടെ എന്താണ് കൈകാലുകൾ പിടിച്ച് നിവർന്ന് നിൽക്കാൻ തുടങ്ങി. ഇനി 1 വയസ്സ് കഴിയുമ്പോഴേക്കോ എങ്ങനെയാവും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ്? 1 വയസ്സ് കഴിയുമ്പോ വീണ് നടക്കാൻ തുടങ്ങും. നടക്കുമ്പോ വീഴും. വീണിട്ട് പിന്നെ എഴുന്നേക്കോ? എഴുന്നേക്കും അല്ലെ. എഴുന്നേക്കും വീഴും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നെന്താണ് കുഞ്ഞ് കറക്റ്റ് ആയിട്ട് നടക്കാൻ ആരംഭിക്കും. ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾ നോക്കി ഇത്രയും പറഞ്ഞ സമയം കൊണ്ട് മനസ്സും ശരീരവും ഒരേപോലെ കുഞ്ഞിന് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിന് യഥാർത്ഥമായിട്ടൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ കുഞ്ഞ് നിവർന്നു നിന്ന് നടക്കാനായിട്ട് ആരംഭിച്ചത്. നമ്മളെല്ലാം തന്നെ എന്താണ് ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കടന്നു പോയതല്ല ഇവിടം വരെ. ഓക്കെ, അപ്പോ ബ്രെയിൻ നൽകുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ചലനം എന്ന വാക്ക് അല്ലെ മൂവ്മെന്റ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെ. മൂവ്മെന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റിനെയാണ് അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അല്ലെ. മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ആണ് അല്ലെ. ഫിസിക്കൽ ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, കുഞ്ഞ് എഴഞ്ഞു തുടങ്ങി നിൽക്കുന്നത് വരെയും കുഞ്ഞെന്താണ് കുഞ്ഞിന്റെ ബോഡി മസിൽസ് പതിയെ സ്ട്രെങ്തേൺ ചെയ്തിട്ടാണ് കുട്ടി എന്താണ് അവസാനം എഴുന്നേറ്റ് നിന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് എന്താണ്? ബോഡി മസിൽസ് ആണ് അല്ലെ. ബോഡി മസിൽസിന് നമ്മൾ നിരന്തരമായിട്ട് അതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മളിപ്പോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ അത് ഉപയോഗിക്കാറുണ്ടോ? റൈറ്റ് ഹാൻഡ് കൊണ്ടല്ലേ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത്? ലെഫ്റ്റ് ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ? നമ്മള് ഈ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത്രയും യൂസസ് ഇതിലില്ല. എന്തുകൊണ്ടാണ്? ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ?
ഈ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. രണ്ട് കൈകളും നമ്മുടെ ഈക്വൽ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് കൊണ്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്? ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു കൈ വെച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്? ഇവിടെ യൂസ് കുറവാണ്, ഇവിടെ യൂസ് കൂടുതലാണ്. യൂസ് കൂടുതലിനനുസരിച്ച് മൂവ്മെന്റ്സ് ഫ്ലെക്സിബിൾ ആവുന്നു. ഇവിടെ യൂസ് കുറവാണ് അല്ലെ? നമ്മൾ ഈ കൈ കൊണ്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ ഈ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട്? മാം എന്റെ കൈ ഒടിഞ്ഞപ്പം വലത് കൈയാ ഒടിഞ്ഞത്. പക്ഷെങ്കിൽ ആദ്യത്തെ കുറെ ദിവസം പല്ല് തേക്കാൻ വരെ ശരിക്കും ഇവിടെ കൊണ്ടേ കുത്തു. ഇടത് കൈയും പല്ല് തേക്കലൊക്കെ ഒന്നും രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാം പഠിച്ചു. നമ്മൾ ഒറ്റ മാസം കൊണ്ട് സെറ്റ് ആവും. അതെ, ശരിയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയത് നമ്മൾ ഈ കൈ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഇതിന്റെ മൂവ്മെന്റ്സ് വളരെ. നമുക്ക് ഈ കൈ കൊണ്ട് ഭാരമുള്ള വസ്തുക്കളൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെ? ഈ കൈ കൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യാറില്ല, ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ. അല്ലാതെ ഈ കൈകൾക്ക് വേറൊരു ഉപയോഗക്കുറവ് ഉണ്ടായിട്ടില്ല. ഇതിനെ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്താ ഈ കൈയുടെ മൂവ്മെന്റ്സിന് ഫ്ലെക്സിബിൾ അല്ലാത്ത രീതിയിൽ ഇത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതെന്താ മാം അങ്ങനെ? അതെന്താ മാം എങ്ങനെയാ? നമ്മ അപ്പൊ പഠിച്ചിട്ടില്ലേ നമ്മളിത്? നിങ്ങൾ ഏത് പഠിച്ചു? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ നമ്മൾ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ എന്ന് പറഞ്ഞ ട്രെൻഡ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. അതായത് നമുക്ക് റൈറ്റ് ബ്രെയിൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ നിങ്ങള്? അതായത് നമ്മൾ എല്ലാവരും ജനിക്കുന്ന സമയത്ത് എല്ലാവരും സിമെട്രിക്കൽ ആയിരുന്നു. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആയിരിക്കും, ഫങ്ഷൻസ് ഒരേപോലെയാണ്, ശരീരഘടന ഒരേപോലെ. പക്ഷെ നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്, വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങള് ഒരു ബ്രെയിനിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഒരു സൈഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതും സ്വാഭാവികമായിട്ട് നടക്കുന്നവരാണ്. ചിലർക്ക് എന്താണ് റൈറ്റ് ഹെമിസ്ഫിയറിലേക്കായിരിക്കും. റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാല് റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതായത് റൈറ്റ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി അങ്ങനെയുള്ള മാത്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഇനി ലെഫ്റ്റ് ബ്രെയിൻ ഉള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും? ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്താ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓരോ പ്രവർത്തനം ഓരോ ഡയറക്ഷൻസിലേക്ക് നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളല്ലേ നിങ്ങള് സെക്കൻഡ് ചാപ്റ്ററില്? ഇതില്ലത് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല മാം. ബൈലാറ്റർ ടു യൂണിലാറ്റർ വന്നിട്ടുണ്ട്. പക്ഷെ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കൈയിലേക്ക് കേന്ദ്രീകരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വന്നിട്ടുള്ളൂ. ഭയങ്കര ശാസ്ത്രീയമായിട്ട് റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും പറഞ്ഞു തന്നിട്ടുള്ള അതിലുണ്ടല്ലോ, ടെക്സ്റ്റിലുണ്ടല്ലോ. യെസ് മാം, അത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയും വലിയ ഗ്രാൻഡ് ആയിട്ട് പോയിട്ടില്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. അതിൽ തന്നെയല്ലേ നമ്മൾ സെഫാലോകേഡലും പ്രോക്സിമോട്ടിസ്റ്റിലൊക്കെ പഠിക്കുന്നത്? ആ ചാപ്റ്ററിൽ തന്നെയല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റ്സിന് പുതിയ ട്രെൻഡ്സുകളാണ് നിങ്ങൾ പഠിച്ചത്. അതിലെ മാക്സിമം ടു മിനിമൽ ട്രെൻഡ് ഉണ്ട്, സെഫാലോകേഡല്, പ്രോക്സിമോട്ടിസ്റ്റല്, ബൈലാറ്ററൽ ടു യൂണിലാറ്ററല്. പിന്നെ ഏതാ പഠിച്ചത്? മാക്സിമം ടു മിനിമം. മാക്സിമം ടു മിനിമം. മാക്സിമം ടു മിനിമം ട്രെൻഡ്. ഓക്കെ, യെസ്. ഇതെല്ലാം തന്നെ ശാരീരികമായ, അതായത് മോട്ടോർ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പോ നമ്മളിൽ എല്ലാവരും നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള, മാത്സിനോട് കുറച്ചൊരു താല്പര്യമുള്ള ആൾക്കാരെ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും റൈറ്റ് ബ്രെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഏരിയയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ BEdലൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. BEdൽ ആ തിയറീസ് ഒക്കെ കുറെ പഠിക്കുന്നുണ്ട്. അപ്പൊ റൈറ്റ് ഹെമിസ്ഫിയറൽ ബ്രെയിൻ ഉള്ള ആൾക്കാരുടെ എന്തൊക്കെ വർക്കുകളാണ് അവർ ചെയ്യുന്നത്, ലെഫ്റ്റ് ബ്രെയിൻ ഉള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുണ്ട്. അപ്പൊ ഈ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മള് ജനന സമയത്ത് എല്ലാം ഒരേപോലെയായിരുന്നു. പക്ഷെ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇത്തരം ബ്രെയിൻ ഡെവലപ്മെന്റിൽ പല ഡയറക്ഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ ലെഫ്റ്റ് കൈയുടെ ഉപയോഗം എന്ന് പറയുന്നത് ആ ഒരു കാര്യം വെച്ചല്ല കേട്ടോ. ലെഫ്റ്റ് കൈ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് ആ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടല്ല, നമ്മൾ ഇതിനെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതിനും റൈറ്റ് കൈ ഉപയോഗിക്കുന്നത് പോലെ തന്നെ എന്താണ് നമുക്ക് ലെഫ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇതിനെ യൂസ് ചെയ്യാറില്ല ആണോ? ശരിയല്ലേ? ഉപയോഗിക്കാറുണ്ടോ ഇതിനെ? ഇതിനെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കൈ സപ്പോർട്ടിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ജസ്റ്റ് ഒരു സപ്പോർട്ടിന് മാത്രം കൊടുക്കുന്നതാണ്. അല്ലാതെ ഇതിന് പ്രത്യേക ഒരു ഉപയോഗം ഇല്ലാന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചെന്നെയാണ്. അല്ലാതെ ഇതിനൊരു കുഴപ്പമില്ല, നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്.
അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതിനെ കുറിച്ച്. അതായത് റൈറ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മള് ഡാൻസ് പഠിക്കുന്നവരില്ലേ, ഭരതനാട്യം, കുച്ചിപ്പുടി ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാര് എല്ലാ ബോഡി ഭാഗവും മൂവ്മെന്റ് ചെയ്യണം. അതായത് ഈ റൈറ്റ് കൈയിന്റെ പോലെ തന്നെ മൂവ്മെന്റ്സ് ലെഫ്റ്റ് കൈക്കും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ മൂവ്മെന്റ്സ് കാണിക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആവും. അല്ലാതെ ഈ കൈ ചെയ്യേണ്ട ഫ്ലെക്സിബിൾ ആയിട്ട് കാണിക്കുന്നത് ഈ കൈ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് ആ ഡാൻസ് മനോഹരമാവും, വൃത്തികേടാവും. വൃത്തികേടാവും അല്ലേ? അതെ. അപ്പൊ അതിനാണ് നമ്മൾ ഡാൻസ് ഭരതനാട്യം ഒക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് അവരൊരു 3-4 മാസം നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാനുള്ള എക്സസൈസ് ആണ് ആദ്യം ചെയ്യുന്നത്. അല്ലാതെ ചെല്ലുമ്പോൾ തന്നെ എല്ലാ അടവുകളും സ്റ്റെപ്പുകളും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ സൈഡിലെ മൂവ്മെന്റ്സ് പോലെ തന്നെ ഈ സൈഡിലെ മൂവ്മെന്റ്സ് വരണമെങ്കിൽ എന്താണ് ബോഡി ഫുൾ ഫ്ലെക്സിബിൾ ആവും. നമുക്കിപ്പോ തോന്നും കളിക്കാൻ പറ്റും, ഡാൻസ് കളിക്കാൻ പറ്റുന്നതായിരിക്കും, പക്ഷെ ഒരു രക്ഷയില്ല, പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ എങ്ങനെ തിരിഞ്ഞാലും നമ്മുടെ ഈ കൈക്ക് മൂവ്മെന്റ്സ് കുറവാണ് അല്ലെ. അപ്പൊ ഈ കൈ വെച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒരു മുദ്ര പോലും മര്യാദ കാണിക്കാൻ പറ്റില്ല. അതിനാണ് അവരെ ഫ്ലെക്സിബിൾ ആക്കിയതിനു ശേഷം മാത്രമാണ് നമ്മളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിക്കുന്നോണ്ട് എനിക്കറിയാം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ശരിക്കും മാം നമ്മൾ തന്നെയല്ലേ ആ കൈയിനെ ഒരു ഉപയോഗം ഇല്ലാതാക്കുന്നത്. ഈ ചെറുപ്പത്തിൽ ഭക്ഷണം വാരി കഴിക്കുമ്പോൾ നമ്മൾ 2 കൈ കൊണ്ട് വാരി കഴിക്കുമ്പോ അമ്മ വന്നൊരു തല്ലുമല്ലോ, ആ കൈ എടുക്കല്ല, അപ്പുറത്തെ കൈ എടുക്കും. അതേപോലെ നമ്മൾ എന്തെങ്കിലും എഴുതാൻ തുടങ്ങും, ചിലപ്പോൾ എഴുതുമ്പോൾ നമ്മൾ പറയാം അതുകൊണ്ട് എഴുതാൻ പാടില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ മാറ്റുന്നത്. അതെ, നമ്മളെ വഷളാക്കി നമ്മളെ മക്കളെ വഷളാക്കുന്നു. ചിലര് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടാവില്ലേ? ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടാവില്ലേ ചിലര്? ഇപ്പൊ സച്ചിനൊക്കെ കണ്ടിട്ടില്ലേ നമ്മള്? സച്ചിൻ ലെഫ്റ്റ് ഹാൻഡർ ആണോ? അതെ, സച്ചിന്, നിവിൻ പോളി. സച്ചിൻ, നിവിൻ പോളി. ധാരാ പറഞ്ഞ നിവിൻ പോളിന്ന്? ഞാന്. ജ്യോതിലക്ഷ്മി. ഓക്കെ. സുരമ്യ ഇന്നല്ലേ ക്ലാസ്സില്? ഉണ്ട് മാം. നിങ്ങള് അടുത്ത 28 വരെ ക്ലാസ് ഉള്ളൂ നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അയ്യോ കൃഷ്ണ, ഇല്ല, അറിഞ്ഞില്ല. ഇല്ല മാം. അയ്യോ മേ അതെന്താ അത്ര പെട്ടെന്ന് തീർത്തോളീന്ന്? മാം ഒരു കാര്യം, കോൺവെക്കേഷൻ വെക്കുമ്പോ ഞങ്ങക്ക് ഒരുമിച്ച് വെക്കുവോ അതോ PG വേറെ അങ്ങനെ വല്ലതും വെക്കുവോ? ഇങ്ങനെയൊന്നുമില്ല, തീർച്ചയായിട്ടും കേട്ടോ. ഈ PG അതിന് കാര്യമായിട്ട് ഒന്നുമില്ല, ഞങ്ങളത് ഇപ്പൊ തീർത്ത് ഏകദേശം. നിങ്ങള് ശരിക്കും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. 28 വരെ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ കേട്ടോ. ഈ മാസം 28 മാം? ട്യൂസ്ഡേ. ഈ മാസം കൊണ്ട് തീർന്നാ? പിന്നെ എന്റെ ചാപ്റ്റർ തീർന്നിട്ടും എനിക്ക് അപർണ്ണ എടുക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്, മൂമെന്റ്സ്. ഞാൻ മാമിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പാട്ട് പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പൊട്ടപ്പാട്ടാണ്, എന്നാലും വേണ്ടില്ല. മാമിനെ കാണാൻ പറ്റില്ലല്ലോ. മാമിന്റെ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു പാട്ട് പാടാൻ വെച്ചിട്ടുണ്ട്. നമ്മള് എന്തായാലും നെക്സ്റ്റ് ട്യൂസ്ഡേ വരെ ഉണ്ടാവായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ജിഷാമിസിന്റെ ക്ലാസ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് നൈറ്റ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. സൃഷ്ടിച്ചിന്റെ ക്ലാസ് തീർന്നിട്ടില്ലല്ലോ. ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള ക്ലാസ് മാം തീരുന്ന ദിവസം മാം ഏതോ ഒരു ഫംഗ്ഷന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഡാൻസ് കളിക്കണമെങ്കിൽ ഇവിടെ വരണം, എന്ത് ഫംഗ്ഷൻ? ഇവിടെ വരണം. ഏതോ ഏ മാം ഒരു നല്ല ഡാൻസ് കളിക്കുന്ന ഫംഗ്ഷന് ഞാൻ കണ്ടു. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യോ മാം ഡാൻസ് ചെയ്യുമ്പോ? എന്താണ്? ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് നോക്കിയാ ഡാൻസിങ് ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഡാൻസ് ഞങ്ങൾ കളിക്കുന്നുണ്ടെന്ന് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല ഇവര് സ്മാർട്ട് ട്രീയില്. മാം ഞങ്ങള് വരുമ്പോഴത്തേക്കും മാം ഭരതനാട്യമൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് അത് കളിക്കണേ. ഭരതനാട്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 വർഷം വേണം. ഫുള്ള് വേണ്ട, ഒരിത്തിരി മതി, ഇത്തിരി. അരങ്ങേറാനുള്ള പരിപാടി നടക്കില്ല, അറിയില്ലേ റീജ? അതെ മാം, പക്ഷെ ഞങ്ങൾക്ക് അരങ്ങേറ്റം വരെ ഒക്കെ വരാൻ പറ്റില്ലല്ലോ, പിന്നെ ഞങ്ങളെ പൈസ കയറ്റില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓൾറെഡി കോൺവൊക്കേഷൻ എല്ലാ ടീച്ചേഴ്സും ഡാൻസ് കളിക്കും, അതെല്ലാ പ്രാവശ്യം ഉള്ളതാ. അതെന്തായാലും ഉണ്ടാവും കേട്ടോ, ഭരതനാട്യം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളും പ്രിപ്പയർഡ് ആവണം. നിങ്ങളിപ്പോ കോൺവൊക്കേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരാനുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ ഈ തിരക്കും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ചെയ്യുന്ന വ്യക്തിയായിട്ടൊരു കാര്യം പറയാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം. അതായത് ഇപ്പൊ 4 പ്രോഗ്രാംസ് ആണെങ്കിൽ നിങ്ങൾ 4 പ്രോഗ്രാംസ് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ മോണ്ടിസോറി സംബന്ധിച്ചിടത്തോളം പ്രയർ ഇവിടെ ഒന്ന് ചൊല്ലണം. പറയുന്ന കേട്ടോ, പ്രയർ ഇവിടെ ഒന്ന് ചൊല്ലണം. പിന്നെ
അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാത്രമായിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഒരു പാട്ട് ഡാൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പ്രോഗ്രാം, സ്പീച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് വരാം. അതായത് ഇവിടെ വന്നിട്ട് ലാഗ് അടിക്കരുത്. കാരണം അയ്യോ എത്ര പേരുണ്ട് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് എന്താണ് എക്സാം ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഡാൻസ് ഒക്കെ സൂം മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഒന്ന് പ്രിപ്പയർഡ് ആവാം കേട്ടോ. മാം എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര നാൾ കഴിഞ്ഞിട്ട് കോൺവൊക്കേഷൻ ഉണ്ടാവും? എക്സാം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് അതെല്ലാരും നോക്കുന്നുണ്ടേ. ഹലോ, കേൾക്കാമോ? കേൾക്കാം മാം. മാം ഈ എക്സാം 13-ാം തീയതി ആണല്ലോ മെയിൻ എക്സാം. അതിനുശേഷം റിസൾട്ട് എന്നത്തേന് വരും മാം? എക്സാം എന്നാന്ന് പറഞ്ഞേ? റിസൾട്ട് എക്സാം 13-ാം തീയതി നെക്സ്റ്റ് മാസം. സോറി, നവംബർ 13. ഡിസംബർ ലാസ്റ്റ് വീക്കിന് മുമ്പ് എന്തായാലും കോൺവൊക്കേഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ 20-ാം തീയതി MT-18 ആണ് മോണ്ടിസോറി ബാച്ച്, 8ാമത്തെ ബാച്ചിന്റെ ആണ് ഈ 20-ാം തീയതി നവംബർ 20-ാം തീയതി. അപ്പൊ അത് കഴിയുമ്പോൾ ഡിസംബറിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാവും കേട്ടോ. റിസൾട്ട് മാം ഒരു കാര്യം പറയാൻ പറ്റിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ പറയണേ. റിസൾട്ട് എന്നത്തേന് വരും മാം? റിസൾട്ട് കുറച്ച് ദിവസം എക്സാം കഴിഞ്ഞ് ഒരു 2 ഒരാഴ്ച ഞങ്ങൾ എല്ലാവരും ജയിക്കത്തില്ലേ? പിന്നെ അതെനിക്കറിയില്ല. മാം PGയുടെ എക്സാം ഏകദേശം എപ്പോഴായിരിക്കും? PGയുടെ എനിക്കറിയില്ലടോ. PGയുടെ ഒക്കെ ഇൻഫോം ചെയ്തിട്ടില്ല. ഞാൻ PG എടുക്കുന്നില്ല. അറിയിക്കും കേട്ടോ. അതെ മാം പറയാന്ന് പറഞ്ഞ കാര്യം പറയണേ. പിന്നെ ID കാർഡ് ഈ എക്സാം എഴുതാൻ മാത്രമാണ് എക്സാം നിങ്ങൾക്കത് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ ID കാർഡ് നമുക്ക് തരുന്നുണ്ടല്ലോ മാം. ID കാർഡ് പൈസ കൊടുത്തല്ലോ. അപ്പൊ ID കാർഡ് കിട്ടുന്ന എക്സാം എഴുതാൻ മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റും? കേൾക്കുന്നില്ല. ഒരു ഐഡന്റിറ്റി കാർഡിന് കൊടുക്കുന്നുണ്ട്. ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീസ് കൊടുക്കുന്നുണ്ട്. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാമോ, അതോ എക്സാമിന് മാത്രമാണോ, അതോ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാമോ എന്നാണ് വിനി ചോദിക്കുന്നത്. അതെനിക്ക് അറിയില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ഇവിടെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചോ കേട്ടോ. ഇപ്പൊ ഞാൻ അറിയില്ല കേട്ടോ. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാൻ അവർ പറഞ്ഞുതരാം കേട്ടോ. ഓ, എവിടെ വരെ പറഞ്ഞു? കേൾക്കുന്നില്ലടോ പറയുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയാ പറഞ്ഞത്? ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് പറഞ്ഞു അല്ലേ? ഇനി നമ്മുടെ മൂവ്മെന്റ്സ് കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? മൂവ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്? ഇതാണ് നമ്മൾ വന്നത് ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെ? ബ്രെയിൻ ഡെവലപ്മെന്റ് എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്? ബ്രെയിൻ ഡെവലപ്മെന്റ് വൈജ്ഞാനികമായിട്ടുള്ള വികസനം സംഭവിക്കുമ്പോൾ മാത്രമാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് അല്ലെ? അപ്പോ എന്താണ് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് മാത്രം നമുക്ക് മെമ്മറി കപ്പാസിറ്റി, റീസണിങ്, റിഡക്റ്റീവിംഗ് ആയിട്ടുള്ള റീസണിങ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ തിങ്ക് ചെയ്യാനുള്ള പ്രോസസ്സുകൾ, അല്ലെങ്കിൽ തിങ്കിങ് എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? കോഗ്നിറ്റീവ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അല്ലെ? അപ്പോ ഫിസിക്കലുള്ള ചലനങ്ങൾ മാത്രമല്ല, വൈജ്ഞാനികമായിട്ടുള്ള മൂവ്മെന്റ്സും അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള വികസനവും നമ്മളുടെ ചലനത്തിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമുക്ക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്? ബ്രെയിനിന്റെ ഭാഗമായിട്ടാണ്. ബ്രെയിൻ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് കോൺസെൻട്രേഷൻ, അറ്റൻഷൻ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റി, ഇതെല്ലാം നമ്മൾ പഠിച്ച ടെൻഡൻസീസ് ഒക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം നമ്മളിൽ ഉടലെടുക്കുന്നത്. ഓക്കെ, ഇനി
ഇവിടെ ഗ്രേറ്റ് ഫിലോസഫേഴ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് മോണ്ടിസോറി പറയുന്നുണ്ട്. That as Montessori writes, the greatest philosophers must use speech or writing to convey his ideas, and this involve muscular movements. നമുക്ക് ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്. അവർ പലതരത്തിലുള്ള പല പിക്ചേഴ്സ് അല്ലെങ്കിൽ പോയം, സ്റ്റോറി തുടങ്ങി പല ആർട്ടിക്കിൾസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? എന്തുകൊണ്ടാണ് അവർക്ക് ഇത് എഴുതാനായിട്ടുള്ള കപ്പാസിറ്റി വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം പല ഐഡിയാസ് ഒക്കെ രൂപപ്പെടുന്നത്? എന്തിന്റെ ഭാഗമായിട്ടാണ്? ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. വേറെ എന്തും ഡെവലപ്മെന്റ് ഉണ്ട്? ഐഡിയ മാത്രം വന്നാൽ മതി? ഒരു പുസ്തകത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം, കോൺസെൻട്രേഷൻ, അട്ടിയോളും. അത് പറഞ്ഞു. മസ്കുലർ മൂവ്മെന്റ് എഴുതണമെങ്കിൽ ഐഡിയാസ് ഉണ്ടെന്ന് വെറുതെ നോക്കിയിട്ട് കാര്യമുണ്ടോ? അത് എഴുതണമെങ്കിൽ പേരും പിടിക്കാൻ അറിയണം അല്ലെ? അത്യാവശ്യമായിട്ട് പേന എങ്ങനെ പിടിക്കണം, കൈ എങ്ങനെ മൂവ് ചെയ്യണം, വിരലുകൾ എങ്ങനെ മൂവ് ചെയ്യണം, ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണ്ടേ? ഇതില്ലാതെ നമുക്ക് എഴുതാൻ സാധിക്കുമോ? അപ്പൊ നമ്മള് പുറകിലേക്ക് ചിന്തിക്കണം. നമ്മൾ എങ്ങനെയാണ് എഴുതാനായിട്ട് ആരംഭിച്ചത്? നമ്മുടെ ആദ്യ കൈകളിൽ നമ്മൾ വലിയ വലിയ സാധനങ്ങൾ പിടിച്ചു, ചെറിയ ചെറിയ മസിൽസും വലിയ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. പതിയെ പതിയെ നമ്മൾ ക്രയോൺസ്, പെൻസിൽസ് ഇതൊക്കെ പതിയെ പതിയെ പിടിച്ചാണ് നമുക്ക് എന്ത്, അതായത് മൂവ് ചെയ്താണ് നമ്മളുടെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്, അതായത് മോണ്ടിസോറി ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഫിലോസഫേഴ്സ് അവർക്ക് പല ഐഡിയാസ് ഉണ്ട് അല്ലെ? ഈ ഐഡിയാസ് ഒക്കെ ഇവർക്ക് കൺവേ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല രീതിയിലുള്ള മസ്കുലർ മൂവ്മെന്റ്സ് ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അവർക്കത് എഴുതി ഫലിപ്പിക്കാൻ കൂടി സാധിക്കൂ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അവർ മൂവ്മെന്റ്സ് ആൾസോ as to conduct our outside world, beginning alive or creative thoughts and crucial role it plays in creating relationships. She states that movement is therefore an essential part of life and education, cannot be seen as moderating or restraining. ഇപ്പൊ മോണ്ടിസോറി എന്താണ് പറയുന്നത്? മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന ഒരു പ്രോസസ്സ് ഇല്ലാതെ നമുക്കൊരു സാധാരണമായ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുമോ? ചലനമില്ലാതെ സാധിക്കില്ല. അതായത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ലൈഫിലുടനീളം ജീവിക്കാൻ പറ്റുന്നതും എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ മൂവ്മെന്റ്സ് അല്ലെ? ചലനാധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ശാരീരിക മൂലങ്ങൾ അല്ലെങ്കിൽ മൂവ്മെന്റുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മൂവ്മെന്റ് ഇല്ലാത്ത ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മൂവ്മെന്റ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടോ നമ്മുടെ ലൈഫില്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് മൂവ്മെന്റ് ഉണ്ടോ? ഉറങ്ങുന്ന സമയത്ത് ഉണ്ട് അല്ലേ? ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല ഉറങ്ങുന്ന സമയത്ത്. ഉറങ്ങാൻ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെ അല്ലേ? ഉണരാനായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് ആരാണ്? ബ്രെയിൻ ആണ്. അപ്പോ ഉറക്കത്തിലും ഉണർവിലൊക്കെ എന്താണ് ഈ മൂവ്മെന്റ്സ് നമ്മളുടെ ഒരു ഭാഗമാണ് അല്ലെ? അത് ജീവിതത്തിൽ ഒരിക്കലും, അതായത് മൂവ്മെന്റ്സ് ഇല്ലാതാവുന്നത് എപ്പോഴാണ്? ശരീരത്തിൽ നിന്ന് ജീവനില്ലാതായി തീരുമ്പോൾ അല്ലെ? അപ്പോഴല്ലേ മൂവ്മെന്റ് ഇല്ലാതായി മാറുന്നുള്ളൂ. ശരിയല്ലേ? മരിച്ചു കഴിഞ്ഞില്ല അല്ലെ? അവസാനമായിട്ട് നമ്മൾ ചലിക്കും. അവസാനമായിട്ടാണ് നമ്മൾ ചലനം നിൽക്കുന്നത് എപ്പോഴാണ്? മരണം എന്ന ഒരു കോൺസെപ്റ്റിലാണ് അല്ലെ? ചലനം ഇല്ലാത്തൊരവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് ജഡമായി മാറി അല്ലെ? ജഡം എന്നല്ലേ പറയുന്നതിനെ? ജീവനില്ലാത്ത പറയുന്നതാവില്ല മാം. അതിങ്ങനെ വർക്ക് ചെയ്താൽ നമുക്ക് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ. മെഡിക്കൽ സയൻസിൽ പറയില്ലേ മാം, ബ്രെയിൻ ഡെത്ത്, കോമാലൊക്കെയാണ്. കോമാസ് അതൊക്കെ പറയാറുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ കോമാ സ്റ്റേജിലാണെങ്കിൽ അവരുടെ ഓൾറെഡി അവരുടെ ബ്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? കോമാ സ്റ്റേജിലാണെങ്കിൽ കുറെ വർഷങ്ങൾ എടുത്ത് അവർ തിരിച്ചു വരുന്നുണ്ടല്ലേ? നമ്മള് പതിയെ മൂവ്മെന്റ് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ ചിലർക്ക് വികാരങ്ങളായിരിക്കും. ചിലരെ കാണുമ്പോൾ കണ്ണ് നനയും അല്ലെ? കണ്ണുനീര് വരും. ചിലപ്പോ എന്താണ് ചെറിയ രീതിയിൽ വിരലുകൾ നനയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് അവർ കാണിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ ശരീര ചലനങ്ങൾ മാത്രമേ നിശ്ചലമായിട്ടുള്ളൂ, പക്ഷെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേരിയേഷൻസ് വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായും നിലച്ചിട്ടില്ല അല്ലെ? അതുകൊണ്ടാണ് മറ്റൊരാളെ കാണുമ്പോൾ ആൾക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ആളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും കണ്ണ് നിറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കോമാ സ്റ്റേജിൽ കിടക്കുന്നവരെ, അൺകോൺഷ്യസ് ആയിട്ടുള്ളവരെ ചിലരെ തിരിച്ചറിയുന്ന മൊമെന്റ്സുകള്. ഓക്കെ, കണ്ണിന്റെ കൃഷ്ണമണി അനങ്ങുന്നൊക്കെയല്ലേ സ്റ്റാർട്ടിംഗ് ആയിട്ട് അവര് പറയാ? കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതാ ശരിയായി മൂവ്മെന്റ്സ് നോക്കുന്നത് അങ്ങനെയാണ്. കണ്ണിന് കൃഷ്ണമണിയുടെ ചലനങ്ങളിൽ കൃത്യമായിട്ട് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെ? പലരും ഇങ്ങനെ മാറി നോക്കുമെങ്കിലും
എന്താണ് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാളെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്സ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് അയാൾ എന്താണ് മൂവ്മെന്റ്സ് നിലച്ചിട്ടില്ല. മൂവ്മെന്റ്സ് ഇല്ലാതാവുന്നത് എപ്പോഴാണ്? നമ്മൾ മരിക്കുമ്പോഴാണ്. ഓക്കെ മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരാള് ഈ ചലനം മാം പറഞ്ഞില്ലേ കോമ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞില്ലേ, ചലനമില്ല, നമ്മളെ ആളുകളൊക്കെ വന്ന് അവർക്ക് അറിയാൻ പറ്റും, പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ അവരുടെ നാക്ക് ഇങ്ങനെ വലിക്കില്ലേ? അതെ അതെ, ഇവിടെ മൂവ്മെന്റ് ഇല്ല. നാഡീചലനങ്ങൾക്ക് മൂവ്മെന്റ്സ് ഇവിടെ നാഡികൾ, അതായത് നെർവസ് സിസ്റ്റം തന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും. ചെറിയൊരു രീതിയിൽ മാത്രമേ ആൾക്ക് എന്താണ് കോൺഷ്യസ് മൈൻഡ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ചിലർക്കൊന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും, പക്ഷെ കുറെ വർഷം എടുത്തായിരിക്കും ചിലർ തിരിച്ചറിയുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ പെർട്ടിക്കുലർ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കുള്ളൂ അത്തരം സിറ്റുവേഷൻസ്. ചിലവർ പെട്ടെന്ന് റിക്കവർ ആവും അല്ലെ. നമ്മള് ഇപ്പൊ പറയാറില്ല, ഇപ്പൊ അവർക്ക് ഫിസിയോതെറാപ്പി ഒക്കെ കൊടുക്കില്ല. ചിലവരൊക്കെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആള് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല. ബോഡി ഡെവലപ്മെന്റ് മൂവ്മെന്റ്സിനെ കുറച്ചുകൂടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നത്. അത് ഒരുപാട് നാൾ ചെയ്തായിരിക്കുള്ളൂ അവരുടെ എന്താണ് നോർമൽ മൂവ്മെന്റിലേക്ക് അവർ തിരിച്ചു വരുന്നത്. സമയം എടുക്കും അല്ലെ. മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ അത് നിലച്ചു പോയാൽ അതിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കൈ ഇപ്പൊ റീജ പറഞ്ഞല്ലേ, കൈ ഒടിഞ്ഞപ്പോ കൈന് മാറിയോളൂ തന്റെ കൈ ഒടിഞ്ഞ സമയത്ത്? മാം, പക്ഷെ ഇപ്പൊ കുറച്ച് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ എല്ലുകളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചെറിയ ഉളുക്ക് സംഭവിച്ചു സ്ട്രെയിൻ ഉണ്ടായ പോലെ നമുക്ക് എന്താണ് കുറച്ച് നാളത്തേക്ക് അതൊന്ന് ശരിയായി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നടക്കുമ്പോൾ വേദന ഉണ്ടാവും. നമ്മൾ നോർമലി നടന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല അല്ലെ. എന്തുകൊണ്ടാണ്? മൂവ്മെന്റ്സിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ പേശി ചലനങ്ങളിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായത് മൂലമാണ് നമുക്ക് എന്താണ് നോർമൽ മൂവ്മെന്റിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കാറ്. പക്ഷെ സമയമെടുക്കും അല്ലെ. സമയമെടുത്ത് എന്താണ് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നമുക്ക് എന്താണ് ആ നോർമൽ ഇമോഷൻസിലേക്ക്, നോർമൽ മൂവ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊക്കെ ട്രൈ ചെയ്താൽ മാത്രമേ. നമ്മൾ വെറുതെ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ മറ്റേ ചന്ദ്രലേഖ സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള്? ചന്ദ്രലേഖ അതിലെങ്ങനെയാണ് സുകന്യ എഴുന്നേറ്റ് തുടങ്ങുന്നത്? പാട്ടോടെ എഴുന്നേറ്റ് പോകുന്നത് ആണോ? അല്ലാതെ പാട്ട് പാടിയത് കറക്റ്റ് ആണ്. പക്ഷെ അതെന്താണ്? അതും ബ്രെയിനാണ്. അത് മാനസികമായിട്ട് ആളെ ഉണർത്താണ് ചെയ്തത് അല്ലെ. മാനസികമായിട്ട് എഴുന്നേറ്റ് നടക്കണം എന്നൊരു തോന്നല് നമ്മൾ പഠിച്ചെന്താണ് ഇപ്പൊ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ അതേപോലെ പല സിനിമകളും ഉണ്ടല്ലേ. അപ്പൊ ആൾക്ക് എന്താണ് മനസ്സിനുള്ളിനുള്ളിൽ എന്താണ് നടക്കണം എന്നൊരു തോന്നലുണ്ട്. പിന്നെ എന്താണ് പതിയെ പതിയെ മൂവ്മെന്റ്സിലേക്ക് അങ്ങനെ പയ്യെ പിടിച്ചല്ലേ സുഖം നടന്നു തുടങ്ങിയത് പോലെ തന്നെ ഇതൊക്കെ തന്നെ സംഭവം. ഓക്കെ, ഇനി നമ്മളുടെ ഈ മൂവ്മെന്റുകൾ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാവുന്നതാണോ? മൂവ്മെന്റ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ്സ് പെട്ടെന്ന് ഉണ്ടാവുന്നതാണോ ഒരു ദിവസം? അല്ല മാം. അല്ല അല്ലേ. haphazardly എന്ന് പറഞ്ഞാൽ എന്താണ്? haphazardly the movements child obtained are not chosen haphazardly but are fixed. haphazardly എന്ന് പറഞ്ഞാൽ എന്താണ്? ആകസ്മികമായി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? ആകസ്മികമായി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇനി വേറൊരു വാക്കിൽ പറഞ്ഞ ആകസ്മികമായി എന്നുള്ളത് പ്രതീക്ഷിക്കാതെ അല്ലെ. ഇപ്പൊ നിങ്ങളുടെ കുട്ടികളെ വിചാരിച്ചു നോക്കി, നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി, കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു ദിവസം പെട്ടെന്നാണ് കമന്നെടുക്കുന്നത് നിങ്ങൾ കണ്ടത് അല്ലെ. പെട്ടെന്ന് നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമല്ലേ തോന്നിയത്? എന്നാ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ആകസ്മികമായിട്ടാണ് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് എന്ത് മൂവ്മെന്റ്സ്. നമ്മള് കുഞ്ഞിനെ കമഴ്ത്തി കുഞ്ഞു കമരോ? നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് എടുത്തിട്ട് കുഞ്ഞു കമരോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അവന്റെ സ്റ്റേജിൽ, അവന്റെ വളരുന്ന സ്റ്റേജിൽ ഏത് ഘട്ടത്തിലാണോ അവൻ എത്തിച്ചേരുന്നത് ആ സമയത്ത് മാത്രമേ കുഞ്ഞ്. ഇപ്പൊ നമ്മള് ഇപ്പൊ റൂമിൽ ചിലപ്പോ കിടത്തി ഉറക്കിയ കുഞ്ഞായിരിക്കും. നിങ്ങള് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞ് കമ്മുന്ന എളുപ്പമുണ്ടോ? അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ആ സംഭവം കാണുന്നത്. നിങ്ങൾക്ക് അപ്പൊ അതെന്താണ്? അതുകൊണ്ടാണ് അവന്റെ ഹഫാസിറ്റി മൂവ്മെന്റ് ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ദെൻ അവിടെ നിന്നാണ് ബാക്കിയുള്ള അവന്റെ മറ്റു മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ബാക്കി കുഞ്ഞ് എഴുന്നേറ്റ് പിടിച്ചെഴുതി നിൽക്കുന്നത് വരെയുള്ള മൂവ്മെന്റ് ഏത് മൂവ്മെന്റിൽ നിന്നാണ്? ആകസ്മികമായി നടന്ന ഒരു ചലനത്തിൽ നിന്നുമാണ് ഇനി ബാക്കിയുള്ള മൂവ്മെന്റ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, പിന്നെ ഒരു പെർട്ടിക്കുലർ പീരീഡ് വെച്ച് എന്താണ് കുഞ്ഞുങ്ങളില് ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വികസിച്ചാണ് കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ സ്വന്തമായി നടക്കാനായിട്ട്, അതായത് എല്ലാ ബ്രെയിൻ ഡെവലപ്മെന്റ്സും മസിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇനി
when the child begins to move his mind, able to observe has already taken in his surroundings. കുട്ടികൾ ആദ്യം ഇപ്പൊ നമ്മളല്ലേ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റ് ആണ് അല്ലെ, നമ്മുടെ പാരിസ്ഥിതിക ഘടകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളില് അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ കാണുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ തന്നെ എന്താണ് നമ്മൾ പറയാറില്ലേ, കുട്ടികൾ എപ്പോഴും എൻവയോൺമെന്റിനോട് ഇടയ്ക്ക് ചേർന്ന് വളരണമെന്ന് പറയാറില്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? പരിസ്ഥിതിയോട് ഇടപെടുന്നത് വളരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓരോരോ ടൈമിൽ ഡെവലപ്പ് ആവുന്നതോറും പാരിസ്ഥിതികമായ കുറെ കാര്യങ്ങൾ അവർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. യെസ്, അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് കുട്ടികൾ പല കാര്യങ്ങൾ അബ്സോർവ് ചെയ്യുന്നുണ്ട് അല്ലെ. ശബ്ദങ്ങളാണെങ്കിലും ശരി, കളറുകളാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്താണ് അല്ലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരെല്ലാം വരുന്നുണ്ട് അല്ലെ. പ്രകൃതി മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ചുറ്റുപാടുള്ള മറ്റ് സാധനങ്ങൾ, ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അതേപോലെ തന്നെ പല ശബ്ദങ്ങൾ, നമ്മുടെ കിളികളുടെയും അല്ലെങ്കിൽ പക്ഷികളുടെ അല്ലെങ്കിൽ എന്താണ് മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ, ഇതെല്ലാം കുഞ്ഞുങ്ങൾ അബ്സോർവ് ചെയ്ത് ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇപ്പൊ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞു നോക്കും അല്ലെ. കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന എന്തിന്റെ ഭാഗമായിട്ടാണ്? ശബ്ദം കേൾക്കുമ്പോൾ തല പൊക്കി നോക്കുന്നത്. അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവിടെ കുഞ്ഞ് മൂവ് ചെയ്യുന്നുണ്ടോ? ലിസണിങ് കുഞ്ഞ് മൂവ് ചെയ്യുന്നുണ്ടോ? ശബ്ദം കേൾക്കുമ്പോ കുഞ്ഞ് മൂവ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ബ്രെയിൻ കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നീ തിരിഞ്ഞു നോക്കാന്ന് ബ്രെയിൻ കറക്റ്റ് ആയിട്ട് അവിടെ പറയുമ്പോൾ കുഞ്ഞെന്താണ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞ് ആ ശബ്ദത്തിനെ കുറച്ചുകൂടി എന്താണ് കേൾക്കാനുള്ള അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ വേരിയേഷൻസ് ഇപ്പൊ കുഞ്ഞത് എവിടെ കേട്ടാലും കുഞ്ഞെന്താണ് എപ്പോഴും കോഴിയുടെ ആണെങ്കിൽ പശുവിന്റെ ഒക്കെ എന്താണ് പെട്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങും പിന്നീട് അല്ലെ. ആദ്യം മനസ്സിലാവില്ല അത് പശുവാണ് കോഴിയാണെന്ന്, പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതിന് കൃത്യമായിട്ട്, പിന്നെ അവരത് പറയാൻ തുടങ്ങും അല്ലെ. അത് എന്തിന്റെ ശബ്ദമാണ് പാവയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പശുവിന്റെ ആണ്, കോഴിയാണ്, കുഞ്ഞി പറഞ്ഞു തുടങ്ങും. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്? ബ്രെയിൻ ഡെവലപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ ശാരീരിക ചലനങ്ങളും അല്ലെങ്കിൽ മാനസിക ചലനങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് നോർമലി മൂവ്മെന്റ്സുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഈ മൂവ്മെന്റ്സ് ഒക്കെ ഇല്ലാതാവുന്നത് ഏത് സിറ്റുവേഷൻസിലാണ്? ചില കുട്ടികളില് എന്തെങ്കിലും മാനസികമോ ശാരീരികമോ വൈകല്യങ്ങളുള്ള സമയത്ത് മാത്രമാണ് കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാത്തത്. അങ്ങനെയാണ് കുട്ടികൾ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ. അതായത് ഒരു ശബ്ദം കേട്ടിട്ട് കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല, അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് കുഞ്ഞിന് എന്തൊക്കെയോ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉണ്ടോ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യും അല്ലെ, പല പ്രാവശ്യം ആ ശബ്ദം കേൾപ്പിക്കുക അല്ലെങ്കിൽ അത് ആ ഒബ്ജക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന പല അസുഖങ്ങളും. അതെ. He is directed by a cryptic power, great and wonderful, that he manifests little by little. In this way, he becomes a man. He does it with his hands by experience, first in play, then through work. He is directed by a cryptic power. എന്താണ് ക്രിപ്റ്റിക് പവർ എന്ന് പറയുന്നത്? സൂപ്പർ നാച്ചുറൽ പവർ ആയിരിക്കും മാം. സൂപ്പർ നാച്ചുറൽ അദൃശ്യമായിട്ടുള്ള പവർ എന്താണ്? ഇത് നമ്മളെല്ലാവർക്കും സ്വന്തമായിട്ട് രൂപപ്പെടുന്നതാണ് അല്ലെ. നമ്മൾ ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടല്ല നമ്മുടെ കൈകൾ മൂവ് ചെയ്ത് തുടങ്ങിയത് അല്ലെ. നമ്മൾ ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നല്ല. അതെന്താണ്? അദൃശ്യമായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകസ്മികമായിട്ട് ഉണ്ടാവുന്ന മൂവ്മെന്റ്സുകളാണ്, അല്ലെങ്കിൽ ശക്തിയാണ്. അദൃശ്യമായ എന്തോ ശക്തി അല്ലെങ്കിൽ നമുക്ക് എന്തോ വരുന്ന സമയത്താണ് നമ്മളുടെ ശരീരഭാഗങ്ങൾ അനങ്ങുന്നത് അല്ലെ. അത് പല രീതിയിൽ, അത് പെട്ടെന്നല്ല ഒരു ദിവസം നമ്മൾ കൈയും കാലം ഒരുമിച്ചല്ല അനക്കുന്നത്. ആണോ? കൈയും കാലം ഒരുമിച്ചാണോ ഒരു കുഞ്ഞ് ജനിക്കുന്ന ദിവസം അനക്കുന്നത്? ചെറിയ ലിറ്റിലായിട്ടാണ് കുഞ്ഞ് എന്താണ് അതിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അല്ലെ. ദെൻ അങ്ങനെ വളർന്നാണ് അവരൊരു വലിയൊരു മനുഷ്യനായി മാറുന്നത്. ദെൻ നമ്മളുടെ എല്ലാത്തിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ശരീര അവയവം ഏതാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശരീര അവയവം ഏതാണ്? കണ്ണാണോ? കൈയാണ് അല്ലേ. കൈയാണ് ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? കൈ ഉപയോഗിച്ചാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? കൈകൾ എന്ന് പറയുന്നത് ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. എന്താ പറയുന്നത്? കൈകൾ എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്? പറയൂ. മനുഷ്യന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ എന്താണ്? പറയൂ, മലയാളത്തിൽ പറയൂ.
ബുദ്ധിവികാസത്തിന്റെ ഉപകരണം. ഉപകരണം. ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്. അവിടെ കിടന്ന് തപ്പി മറിയാണ്. മര്യാദക്ക് പറഞ്ഞേ. ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന ഉപകരണം. ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൈ എന്നാണോ അവിടെ പറയുന്നത്? ആണോ? അല്ല 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 പറഞ്ഞ ശ്വാസത്തിൽ തീരാറായപ്പോ ബുദ്ധി പോയി കൈയും പോയി എന്ന് പറഞ്ഞ അവസ്ഥയാവരുത്. പറഞ്ഞോള്. കൈ ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ബുദ്ധി അവൻ പ്രകടിപ്പിക്കുന്നത് എന്ത് ഓർഗൻ ഉപയോഗിച്ചുകൊണ്ടാണ്? കൈയാണ്. ഫസ്റ്റ് കൈയാണ്. ശാരീരികമായിട്ടുള്ള മൂവ്മെന്റ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പൊ എന്ത് കാര്യത്തിലും നമ്മൾ ആദ്യം ഉയർത്തുന്നത് നമ്മുടെ കൈയാണ് അല്ലേ? ആണ്. പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു. അതെ. യെസ്. അപ്പൊ നമ്മുടെ ഇന്റലിജൻസിലെ ഏറ്റവും വലിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് എന്താ? കൈകൾ എന്ന് പറയുന്നത്. ഹി മെയ്ഡ് ഹിസ് മൈൻഡ്. മാം ഇന്റലിജൻസിന്റെ മലയാളം കിട്ടാത്തതാ മാം. അല്ലെങ്കിൽ ഞങ്ങൾ വൃത്തിക്ക് പറയുന്നതന്നെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റലിജൻസ്. എനിക്ക് അത് മനസ്സിലായി, പക്ഷെ മലയാളം ഇന്റലിജൻസ് എനിക്ക് അത് മാത്രമേ മനസ്സിലുള്ളായിരുന്നു അർത്ഥം. അത് മാത്രം മനസ്സിലായുള്ളൂ. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രുമെന്റ് ഉപകരണം. ഓരോന്നിന്റെ അർത്ഥം ഞാൻ പഠിപ്പിച്ചു. അത് മാം ചില വേർഡ്സ് നമുക്ക് ഇംഗ്ലീഷേ അറിയാം, അതിന്റെ മലയാളം അർത്ഥം എന്താന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്റലിജൻസിന്റെ മലയാളം ആണെങ്കിലും ക്ലേവർ മൈൻഡ്. ഇന്റലിജൻസ് എന്താണെന്നുള്ളതേ കപ്പാസിറ്റി നമുക്ക് ലേൺ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാനും ഒക്കെ. അതെ അതെ. ഒറ്റവാക്ക് മലയാളം വേണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. മേഘന ഒന്ന് ക്ലാസ്സിൽ കയറാറില്ലല്ലോ, കാണാറും കൂടി ഇല്ലല്ലോ. മിസ്സേ ഞാന് കല്യാണത്തിന്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ദീപാവലിക്ക് വെക്കേഷൻ ആയിട്ട് നാളെ പോകും അങ്ങോട്ട് വയനാട്ടിലേക്ക്. അപ്പൊ അതായിട്ട് കുറെ ദിവസം ക്ലാസ്സിൽ കയറാത്തെ. ക്ലാസ് ഒക്കെ തീരാറായിട്ട് ഒരു ക്ലാസ് തീരുമ്പോ ഉണ്ടാവുള്ളൂ. അതാ മാം, അതാ വിഷമം. Okay. Yes. He made his mind step by step till it becomes enchanted of memory, the power to understand and the capacity to think. ഈ കൈകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾ നമ്മൾ ചിന്തിക്കും കൈ വെച്ചിട്ട് അല്ലെ? ചിന്തിക്കാറുണ്ടോ നമ്മള്? ചിന്തിക്കാറില്ല മാം. ചിന്തിക്കുന്ന കാര്യം കൈകൊണ്ട് ചെയ്യാറുണ്ട്. കൈ വെച്ച് ചിന്തിക്കുന്ന കാര്യം കൈകൊണ്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യൂ എന്ന് തല്ലണേനെ അല്ലേ? അല്ലാതെ ചിന്തിക്കുന്നില്ല. അത് ചെറുതാവുമ്പോ അമ്മ അതേപോലെ തല്ലാറുണ്ട് മാം, അമ്മയുടെ കൈ വെച്ച്. നമ്മളൊന്ന് പൊടി തട്ടി നോക്കണം, ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണിക്കേ. ഇത്രയും നാളായില്ല, എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നത് തട്ടാണ് അല്ലെ? ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചെയ്യും മാം. ആലോചിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു തട്ട് കൊടുക്കും, പക്ഷെ എന്നിട്ട് കിട്ടാറുണ്ടോ? ഇല്ല മാം. അതിന് വേറെ കാര്യം നമ്മള് മാം മാം ഈ തട്ടിക്കൊണ്ടിങ്ങനെ ആലോചിച്ച് നിൽക്കൂലേ നമ്മള്? എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കില്ലേ? ഇങ്ങനെ തട്ടിക്കൊണ്ട് കൈ മുട്ടിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കില്ലേ നമ്മള്? അതെ അതെ. നമ്മളിപ്പോ എന്താ പറഞ്ഞ? ഞാൻ ഈ സബ്ജക്റ്റിനെ വിട്ടുപോയി. ബുദ്ധിവികാസത്തിന്റെ യന്ത്രം, ഉപകരണം. പറയുന്നത് കൈകളാണ് അല്ലെ? ഓക്കെ. നമ്മുടെ കൈകളിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്നാണോ? അല്ല. ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ കൈയിലേക്ക് വരുന്നത് അല്ലെ? ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വഴിയാണ് കൈ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാതെ കൈ പറയുന്നതനുസരിച്ചിട്ടല്ല ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ആണോ? ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്? ബ്രെയിൻ പറയുന്നതനുസരിച്ച് കൈ പ്രവർത്തിക്കുന്നു. ഓക്കെ. ബ്രെയിൻ പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ മൂവ്മെന്റ്സ്, എല്ലാ കപ്പാസിറ്റി, എല്ലാ സ്കിൽ സെറ്റ് ഇത് ഉപയോഗിച്ച് നടക്കുന്നത് എല്ലാം തന്നെ എന്താണ്?
ഇപ്പൊ ബിനി രാജീവ് എന്ന പേര് ഞാൻ എഴുതണം പേപ്പറിൽ. ബിനി വിചാരിക്കണം ബിനിക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ബിനിയുടെ കൈ അതിനെ സ്റ്റെപ്പ് സെല്ലിങ് വരെ അത് എഴുതി തുടങ്ങുള്ളൂ അല്ലെ. അതൊക്കെ എന്താണ് ഇപ്പൊ ബ്രെയിൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആ സിഗ്നൽ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദ ഹ്യൂമൻ ഹാൻഡ്സ് allow the mind to reveal itself. It enables the whole being to enter into a special relationship with its environment. His hands, under the guidance of his intellect, transform this environment, has thus enabled his to fulfill his vision in the world. കൈകളെ കുറിച്ചിട്ടാണ് അവിടെ വിമർശിച്ചിരിക്കുന്നത്. കൈകളെ കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത് ഹ്യൂമൻ ഹാൻഡ്സിനെ പറ്റി? ഉപയോഗങ്ങൾ എന്തെങ്കിലും സാധനമാണോ മനുഷ്യന്റെ കരങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. അതെ മാം. പക്ഷെ ഈ കൈകളെ അത് ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്നത് ആരാണ്? പോസിറ്റീവ് നെഗറ്റീവ് ചെയ്യാനായിട്ട് ഈ കൈകളെ പ്രാപ്തമാക്കുന്നത് ആരാണ്? മൈൻഡ് ആണ്. ബ്രെയിൻ പറയുന്നത് കൊല്ലാൻ പറയുന്നത് ഈ ബ്രെയിൻ ആണ്, ഒരാളെ രക്ഷിക്കാൻ പറയുന്നത് ഈ ബ്രെയിൻ ആണ് അല്ലെ. അല്ലേ? നമുക്ക് ഏത് തരം മൈൻഡിന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസ് അനുസരിച്ച് നമ്മുടെ ശാരീരിക ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ നടക്കുന്ന പ്രവർത്തനം. അപ്പൊ മൂവ്മെന്റ്സും ബ്രെയിനും നമ്മൾ എന്താണ് വളരെയധികം ഇന്റർ കണക്ഷൻ, ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്സ് ആണ് ബ്രെയിനും നമ്മുടെ ശരീരഭാഗങ്ങൾ നടത്തുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ കൈകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ കണ്ടതാണ് പ്രകൃതിയോട് ഇടപെടാൻ, അല്ലെങ്കിൽ പ്രകൃതി നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത് കാര്യങ്ങളിലും നമുക്ക് എന്ത് വേണം? ബ്രെയിനും അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക മൂവ്മെന്റ്സ്, പ്രത്യേകിച്ച് കൈകളാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. കുഞ്ഞുങ്ങളെ നോക്കിയാലും അവർ ആദ്യം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് കൈ കൊണ്ടായിരിക്കും അല്ലെ. ആദ്യം ഒരു കൈ കിടന്നു തുടങ്ങുന്ന സമയത്ത് കൈ മൂവ്മെന്റ്സ് ആയിരിക്കുള്ളൂ അല്ലെ. കുഞ്ഞു കുട്ടികള് ജനിച്ചു കിടന്നു തുടങ്ങുന്ന കുഞ്ഞുങ്ങളായിരിക്കും കയ്യിലായിരിക്കും മൂവ്മെന്റ്സ് വരുന്നത്. കണ്ടിട്ടില്ലേ? ജനിച്ച കുറച്ച് ഇപ്പൊ നമ്മള് ഒരാഴ്ച 2 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറങ്ങുമ്പോഴും ചിലപ്പോൾ അവരുടെ വീടുകൾ അനങ്ങുന്നുണ്ടാവും. ഓക്കെ, thus education of movement is very complex as it must coincide with all the coordinated movement which the child has to enact his physiological organism. നമ്മള് ഈ എനാക്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എനാക്റ്റീവ് സ്റ്റേജ് എന്നൊരു സ്റ്റേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ചാപ്റ്ററിലാണെന്ന് ഓർമ്മയുണ്ടോ? എനാക്റ്റീവ് സ്റ്റേജ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ പഠിച്ചു. കുഞ്ഞിന്റെ ആദ്യത്തെ പ്രവർത്തനം എങ്ങനെയാണ്? എനാക്റ്റീവ് സ്റ്റേജ്, പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് കുട്ടി എന്തിലൂടെയാണ് നോളജ് അക്യൂർ ചെയ്യുന്നത്? എനാക്റ്റീവ് ഘട്ടം എന്ന് പറഞ്ഞ എന്താണ്? പ്രവർത്തന ഘട്ടം. പ്രവർത്തന ഘട്ടം എന്തിലൂടെയാണ്? ആക്ഷൻസിലൂടെ കുട്ടി നോളജ് പഠിക്കുന്നത് നമ്മൾ പഠിച്ചില്ലേ? ആംഗ്യങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ എന്താണ് പരീക്ഷയായി ഒന്നും ഓർമ്മയിൽപ്പെടും. എല്ലാം ഒന്ന് ആവർത്തിച്ച് നോക്കണം മാം, എല്ലാം മറന്നു പോയിട്ടുണ്ട്. ഒന്ന് തട്ടി നോക്കുക കേട്ടോ. എനാക്റ്റീവ് സ്റ്റേജ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കുട്ടി ഫസ്റ്റ് ഭ്രൂണത തിയറിയിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന ഘട്ടം. പ്രവർത്തന ഘട്ടത്തില് കുട്ടി എങ്ങനെയാണ് നോളജ് പഠിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്? പറഞ്ഞൊന്നും ഓർമ്മയുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയാണ് കുട്ടി നോളജ് അക്യൂർ ചെയ്യുന്നത്? വിഷ്വൽ, ഓഡിയോ, വീഡിയോ. സിംബോളിക് സ്റ്റേജിലോ? സിംബോളിക് സ്റ്റേജിലോ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മളെ നേരത്തെ പഠിച്ച ചാപ്റ്ററുകൾ അവിടെ വെക്കാനുള്ളതല്ല, ഇതൊക്കെ ഇങ്ങോട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അതവിടെ വെച്ചിട്ട് ആ തിയറി അവിടെ വെക്കാനുള്ളതല്ല, ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ എനാക്റ്റീവ് സ്റ്റേജിൽ കുട്ടിയുടെ ആ പ്രവർത്തനം നടക്കുന്നത് എന്തുമൂലമാണ്? ആക്ഷൻസ് അല്ലെങ്കിൽ ബ്രെയിൻ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ബ്രെയിൻ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് കുട്ടിയുടെ എന്താണ് കോർഡിനേഷൻ, ആംഗ്യങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻസിലൂടെ കുഞ്ഞവിടെ പല കാര്യങ്ങളും അക്യൂർ ചെയ്യണം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് എന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ അതൊന്ന് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്, അതായത് ചലനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വരാം. ഈ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് എന്ന ഭാഗത്തിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ആ ഒരു ചാപ്റ്റർ, ആ ഒരു ഭാഗം കേട്ടോ, ആ ഒരു പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ചാപ്റ്ററിന്റെ ബാലൻസ് ചിലപ്പോ അപർണയായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപർണയായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനായിരിക്കും. എനിക്ക് ക്ലാസ് കിട്ടുകയാണ് ഞാൻ എടുക്കണേ, അപർണ മിസ്സായിരിക്കും എടുക്കുന്നത് കേട്ടോ.
Okay, thank you. മിസ്സേ Ma'am, എക്സാം എപ്പോഴാ ഉണ്ടാവുന്ന? സൈൻ ഔട്ട് ആരാ? Ma'am, ഞാൻ അജർഷ. As we come to the end of our session, let's remember that today we celebrated National Apple Day. Just like an apple keeps us healthy, let's keep our minds fresh and our hearts happy. Now, before we leave, are you ready for some riddles? Yes. First question number 1. A gate through which one can't enter. Colgate. Ade, correct. Second question, a ship in which we can travel. Friendship. Friendship. Correct. Moonamathe question, a man who has a watch. Watchman. Yes. A creature that has legs on head. A creature that has legs on head. Spider ആണോ? എന്ത്? സ്പൈഡർ. ചിരണ്ടി എട്ടുകാലി. അല്ല. എന്നാ തൂതോ? ആകെ തേൻ പറഞ്ഞു. അട്ടയാണോ? തേൻ ഞാനാ പറഞ്ഞ. അതെ, ഫാത്തിമ കറക്റ്റാ. ലൈസ്. ഓക്കെ, കഴിഞ്ഞോടോ? ഇല്ല. ചോദിക്കണോ? ക്ലാസ് ഉണ്ട്. Okay, ma'am, sorry. Fifth question, how many legs does cockroaches have? How many 12. legs does Sorry, 6. 6. Thank you and have a wonderful day ahead. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.